മുസ്ലിം ലീഗുകാരനാണെങ്കിലും കോൺഗ്രസ്സുകാരനാണെങ്കിലും മാർക്സിസ്റ്റുകാരനാണെങ്കിലും BJP-കാരനാണെങ്കിലും ആരാണെങ്കിലും ഇങ്ങനെ ചെയ്യാൻ പാടുണ്ടോ? ഇടിഞ്ഞു പൊളിഞ്ഞു വികാത്ത നാഷണൽ ഹൈവേ കൂടെ ഇതിമ കൂടെ പോകുമ്പോൾ കാണുന്ന കുറച്ച് കാഴ്ചകൾ കാണിച്ചുതരാം. ഇതൊന്നും കാട്ടാനെ കുത്തിയിട്ടതല്ല കേട്ടോ. ഇതീ കൂടെ വണ്ടിയും കൊണ്ട് പോണോര് കുത്തി തള്ളിയിട്ടതാണ് ഇതൊക്കെ കാണേണ്ട കാഴ്ചയാണ്. അതായത് കണ്ടോല് കാണാത്തവർക്ക് ഷെയർ അടിച്ച് വിട്ടെടുത്തോളി. നമ്മളോട് ഇഷ്ടമുണ്ടെങ്കിൽ ഫോളോ ചെയ്ത് ഒപ്പം കൂടിക്കോളി. ഒരു 10 മിനിറ്റ് ഈ നാഷണൽ ഹൈവേ റോഡുമേൽ പൊതുമരാമത്ത് മന്ത്രിയും ഗഡ്കരിയും മുഖ്യമന്ത്രിയും ഏത് പാർട്ടിന്റെ ഏത് നേതാവ് നിന്നാലും തരിച്ചു നിന്നോവും. അജാതി കാട്ടിക്കൂട്ടലാണ് ഇതിൽ കൂടെ വണ്ടി വിട്ടു പോണവര്. ഈ കാണുന്നത് കമ്പ്യൂട്ടറിലും മൊബൈലിലുള്ള VLC മീഡിയ പ്ലെയർ അല്ലട്ടോ. വണ്ടി കണ്ട് കയറാതെക്കാൻ വെച്ചതാ. എന്നാ ഇതാരാണ് വായക്കാട് പാടത്ത് വള്ളം പൊന്തിയപ്പം വീണ വായനെ പോലെ ആക്കി വെച്ചത്? ഇതാ കണ്ടോളി, ഇവലൊക്കെ തന്നെയാണ്. ഇത് വണ്ടികൾ ഇറങ്ങാനുള്ള സ്ഥല. എന്നാ ഇവിടുന്ന് എളുപ്പം നോക്കി സർവീസ് റോഡുമെന്ന് ഇങ്ങോട്ട് കയറാൻ കുത്തി തള്ളിട്ടതാണ് ഇത്. ഈ കാറാരൻ ഇറങ്ങിയ മാതിരി സർവീസ് റോഡുമൊക്കെ ഇറങ്ങണം. എന്നാ ഈ ലോറി കയറേണ്ടത് ഇതിൽ കൂടെയാണോ? അല്ല, അത് തൊട്ടപ്പുറത്തു നിന്നാണ്. എന്നാലും നമ്മൾ ഓരോരുത്തരും ഇത് കാണുന്ന ഓരോരുത്തരും നികുതി പൈസയാണ് നിങ്ങൾ ഈ കുത്തി മറിച്ചിട്ടതൊക്കെ. പോണ പോക്കിൽ തന്നെ കാണാം എൻട്രി ഓൺലൈൻ, അതായത് അങ്ങോട്ട് കയറാൻ മാത്രമേ ഉള്ളൂ. ഇതിൽ കൂടെയാണ് കയറേണ്ടത്. ഇവിടെ അങ്ങനെ VLC മീഡിയ പ്ലെയർ ഒന്നും വെച്ചിട്ടില്ല. എന്താ ചെയ്യാ? എന്താ ഇവിടുത്തെ ഡ്രൈവർമാരെ കഥല്ലേ? നമ്മളെ കേരളത്തിലെ ഡ്രൈവർമാരെ, പൊന്നാര ഡ്രൈവർമാരെ, എന്താ നിങ്ങൾക്ക് ഇങ്ങനെ കേട് വരുത്തിങ്ങാണ്ട് കയറാൻ പറ്റാത്ത സ്ഥലത്ത് കൂടെ കയറിയിട്ടും ഇറങ്ങാൻ പറ്റാത്ത സ്ഥലത്ത് കൂടെ ഇറങ്ങിയിട്ടും കിട്ടുന്നത്? ഈ നാഷണൽ ഹൈവേ കൂടെ ആൾക്കാർക്ക് നടക്കാൻ പറ്റൂല, ട്രാക്ടർ കയറ്റാൻ പറ്റൂല, ഓട്ടോറിക്ഷ കയറ്റാൻ പറ്റൂല, സ്കൂട്ടർ കയറ്റാൻ പറ്റൂല, ഇതൊന്നും കയറ്റാൻ പറ്റൂല എന്ന് ബോർഡ് തന്നെ എഴുതി വെച്ചിന്. എന്നാ ഇതാ നോക്കിക്കോളി, ഈ പറഞ്ഞ ഈ റോട്ടുമക്ക് കയറാൻ പറ്റൂല എന്ന് പറഞ്ഞതൊക്കെ അങ്ങോട്ട് കയറുന്നു. ഇതും മനുഷ്യന്മാരനല്ലേ വിടുന്നത്? പുറത്തേക്ക് ഇറങ്ങാനുള്ള വഴിന്ന് വലിയ ബോർഡ് കണ്ടില്ലേ? അയിക്കൂടെ ഉള്ളിക്ക് കയറുന്നത് ആരാ നോക്കി? അതാ ലോറി കയറുന്ന മൂട്ടിൽ തന്നെ സ്കൂട്ടിയും പാഞ്ഞങ്ങോട്ട് പോണ്. പിന്നെ സർവീസ് റോഡിനോട് കയറിയാണ്ട് പാറ പറത്തി അങ്ങോട്ട് വിടാൻ നിൽക്കണ്ട. ഈ ഇടക്കിടക്ക് അമ്പുണ്ട്. തൊള്ളയല്ല പല്ലിന്റെ എണ്ണം അങ്ങോട്ട് കുറേ, എല്ലിന്റെ എണ്ണം കൂടും ചെയ്യും. ബമ്പാണ്ട് തീരും അമ്പുമാട് ചാടുമ്പോ. ഇത് കൊളപ്പുറം അങ്ങാടിയാണ്. ഇവിടുന്ന് തിരൂരങ്ങാടി റോട്ടുമക്ക് കയറാൻ 2 സൈഡ് ആക്കിക്കാണ്ട് വണ്ടി ഇങ്ങനെ വരും. അപ്പുറത്തുനിന്നും വരും ഇപ്പുറത്തുനിന്നും വരും. അങ്ങനെ ചില സ്ഥലത്തൊക്കെ കൊടുത്തിന്. അതൊക്കെ നമ്മൾ ഡ്രൈവർമാർ നോക്കണം. എന്നാലോ സർവീസ് റോഡ് വന്ന് എളുപ്പം നോക്കിക്കാണ്ട് വണ്ടികൾ ഇങ്ങനെ നമ്മളെ നെഞ്ഞത്തേക്ക് വരും. അതിന് നമ്മൾ അനുവദിച്ചു കൊടുക്കാനും പാടില്ല. മെയിൻ ഹൈവേമ കൂടെ റോഡ് മുറിച്ച് കടക്കാൻ നിൽക്കുകയാണ് ഈ കാക്ക. നോക്കി ആ മോല്യാരെ കൊടുക്കാൻ പോണേ ഒരു കാര്യം കവായില്ല. ഇതിൽ കൂടെ ഒക്കെ വരുന്ന വണ്ടി 80-100 സ്പീഡിലാവും. തട്ടിയാ കുറ്റം പറഞ്ഞിട്ട് കാര്യം ഉണ്ടാവില്ല. വണ്ടിക്കാരന്റെ അടുത്ത് ഒരു തെറ്റും ഉണ്ടാവില്ല. മുറിച്ച് കടക്കണം നിങ്ങളും റോങ് സൈഡ് വരുന്ന വണ്ടിക്കാരും നിങ്ങൾ തന്നെ ആവും കുറ്റക്കാര്. ഹൈവേമ കൂടെ ബൈക്ക് കയറ്റരുത് എന്ന് പറഞ്ഞാൽ പിന്നെ കയറ്റാൻ പാടില്ല. എന്നാൽ അത് കയറി നോക്കിയാണ് അതും പോറ്റെ നമ്മളെ നെഞ്ഞത്തേക്ക് അവിടുന്ന് ഇങ്ങോട്ട് വണ്ടി വരാം. 80 പോണ നമ്മളെ നെഞ്ഞത്തേക്കാണ് ഇതൊക്കെ വരുന്നത്. റോങ് സൈഡ് വരുന്ന വണ്ടി തട്ടിയാൽ ഇൻഷുറൻസ് പോലും കിട്ടൂല ചങ്ങായിമാരെ, പൊന്നാര മുത്തുമണികളെ. ഏത് ട്രാക്ക് കൂടെയാണ് വണ്ടി പോകേണ്ടതെന്ന് അറിയാതെ 3 ട്രാക്കിലും പ്ലേ സ്റ്റേഷനിൽ ഗെയിം കളിച്ചും പോലെ പരപരത്തി വിടുന്ന ഡ്രൈവർമാരും ഉണ്ട്. ഇൻഡിക്കേറ്റർ പെരേന്ന് ഇട്ടതാവും. പിന്നെ പെണ്ണുങ്ങളോട് എത്തിയാലും അമ്മായിന്റെ എത്തിയാലും അത് ഓഫാക്കൂല. അത് എന്നിട്ട് ഓഫാക്കിച്ചാലാണ് ബാക്ക് വരുന്നവന് പണി. ഇപ്പൊ കയറും എത്തിക്കുക നമ്മള് കിടുക. അതാണ് അതിന് പറയാം. എന്താ ബലോടൊക്കെ പറയാ? ബലൊക്കെ നല്ല ഡ്രൈവർമാരാ. ഗൾഫിലോ അല്ലെങ്കിൽ പുറത്തെ നാട്ടിലോ പുറത്തെ സംസ്ഥാനങ്ങളിലൊക്കെ പോകുമ്പോ നല്ലപോലെ നിയമം അനുസരിച്ച് വണ്ടി ഓട്ടണോരാ. പക്ഷെ കേരളത്തിലെത്തിയാല് മലയാളി തനി സ്വഭാവം കാണിച്ചു. മക്കളെ മൊത്തത്തിൽ ഇതുണ്ട് ഓപ്പണായി ക്യാമറ കണ്ണുകളാണ് തുറന്നാല് പണി കിട്ടൂട്ടോ. കേറിനോടത്ത് കൂടെ ഇറങ്ങണോടത്ത് കൂടെ കേറണി, ഇങ്ങനെ കേട് വരുത്തണി. കയറാൻ പാടില്ല എന്ന് പറഞ്ഞാൽ പിന്നെ കയറരുത്. നാളെ നമ്മളവിടെ നേരെ തിരിച്ചാ കയറാൻ പാടില്ല എന്ന് പറഞ്ഞോടത്ത് കൂടെ കയറുള്ളൂ, ഇറങ്ങാൻ പാടില്ല എന്ന് പറഞ്ഞോടത്ത് കൂടെ ഇറങ്ങും ചെയ്യും. ഈ കളിയൊന്നും ഹൈവേമെന്ന് ചെയ്യലിട്ടോ ചങ്കളെ. നിയമം ഒഫീഷ്യലായി വന്നു കഴിഞ്ഞാൽ പണി കിട്ടും. അതിലാരങ്ങൾ ചിന്തിക്കേണ്ടത് റോങ് സൈഡൊക്കെ വരുമ്പോൾ 3ന്റെ ഒരു പായസും 7ന്റെ ഒരു ചോറും ഒരുക്കി വെച്ച് നിയമം തെറ്റിക്കാണെങ്കിൽ തെറ്റിച്ചോളി. പിന്നെ എന്നെ ചെയ്യുന്നോടൊരു കാര്യം, ഈ സർവീസ് റോഡ് ടൗൽ മിൽക്കിന്റെ ഗ്ലാസ് ഇട്ടുന്ന സ്കൂളിന്റെ വലിപ്പമുള്ള പൈപ്പിന്ന് വെള്ളം സർവീസ് റോഡ് കൂടെ പോണ സ്കൂട്ടർ യാത്രക്കാരെ മേത്തേക്ക് തീർച്ചയുണ്ട്. അതിനൊരു പരിഹാരമാണ് കേട്ടോ. വിദ്യാഭ്യാസ മന്ത്രിനോട് ഒരു വാക്ക്, ഇനി വളർന്നു വരുന്ന തലമുറക്ക് സ്കൂൾ തലം തൊട്ട് ട്രാഫിക് ബോധവൽക്കരണത്തെ കുറിച്ചുള്ള പാഠഭാഗങ്ങൾ ഉൾപ്പെടുത്തി പഠിപ്പിച്ചു കൊടുക്കണം. റോഡ് നിയമങ്ങൾ മരണം വരെ ഓൾക്ക് ജീവിതത്തിൽ ആവശ്യമുള്ളതാ. ഈ റോട്ടുമ കൂടെ പോണവന് മുസ്ലിം ലീഗുകാരനാണെങ്കിലും കോൺഗ്രസ്സുകാരനാണെങ്കിലും BJP-കാരനാണെങ്കിലും UDF-ഓ LDF-ഓ CPIM-ഓ ആരാണെങ്കിലും നിയമം തെറ്റിച്ച് ഇതേമാതിരി നടന്നാല് നഷ്ടങ്ങളെ കുടുംബത്തിനാട്ടോ, അല്ലാതെ മന്ത്രിക്കോ പാർട്ടിക്കോ അല്ല. നല്ല വികസനങ്ങൾ വരുമ്പോ നിയമങ്ങൾ വരുമ്പോ അത് പാലിക്കാനും കൂടി നമ്മൾ ബാധ്യസ്ഥരാണ്. ഇതൊക്കെ ഒരു അറബിയോ സായിപ്പോ കണ്ടാല് മോശമല്ലേ ചങ്ങായിമാരെ? കാട്ടാനെ കുത്തിയിട്ടല്ലത്, നാട്ടിലെ മനുഷ്യന്മാര് വണ്ടി കൊണ്ട് കുത്തിയിട്ടല്ലേ. ഇഷ്ടപ്പെട്ട ഫോളോ ചെയ്ത് ഒപ്പം കൂടിക്കോളി, നഷ്ടം വരൂല.